Hello my dear art lovers, welcome back to Art of Swap. So ഇന്ന് നമ്മളിതാ ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ അലിഗേറ്റർ ക്ലിപ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണാൻ പോകുന്നത്. നല്ല ഭംഗിയുള്ള ക്ലിപ്സ് അല്ലേ? സോ അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള അലിഗേറ്റർ ക്ലിപ്സ് ആണ്. കണ്ടില്ലേ, ഇതൊരു 10 എണ്ണത്തിൻ്റെ സെറ്റാണ്. ഈ ഒരു സെറ്റിന് ഞാൻ 45 റുപ്പീസ് കൊടുത്തിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. നേരത്തെ പോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു മുമ്പത്തെ വീഡിയോസിൽ, ഞാൻ SM സ്ട്രീറ്റിൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് വാങ്ങിച്ചിട്ടുള്ളത് ഈ സാധനങ്ങളൊക്കെ. അതിനുശേഷം ഇതൊരു സ്റ്റോൺ ആണ്, നടുവിലൊരു ഗോൾഡൻ കളർ സ്റ്റോൺ, അതിന് ചുറ്റും ഒരു വൈറ്റ് കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള. ഇത് നമുക്ക് ഇതുപോലെ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ പാക്കറ്റിന് എനിക്ക് തോന്നുന്നു ഒരു 35 ആയിട്ടാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. സെയിം ഷോപ്പ് തന്നെയാണ്. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് കുഞ്ഞി പേൾസ് ആണ്. കണ്ടില്ലേ, ഇതൊരു ഹാഫ് കട്ട് ചെയ്തിട്ടുള്ള ഒരു സെമി സർക്കിൾ പോലത്തെ ബീഡ്സ് ആണ്. കണ്ടില്ലേ, അതാകുമ്പോൾ നമുക്ക് സർഫസിലൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ പെട്ടെന്ന് സ്റ്റിക്കാവും, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് അതിനുശേഷം ഇതുപോലത്തെ പേപ്പർ, ഈ പേപ്പറിൻ്റെ പേര് എനിക്കറിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതാണ് ആവശ്യം, ഇതിലാണ് നമ്മൾ ഇതൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. സോ അതിനുശേഷം ഗ്ലൂ എടുത്തിട്ട് ആദ്യം നമ്മൾ ഈ സ്റ്റോൺ എന്ത് ചെയ്യും, അതിൽ സ്റ്റിക്ക് ചെയ്യും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഓരോ കുഞ്ഞു പേൾസില്ലേ, നമ്മൾ നേരത്തെ വെച്ച പേൾസ്, കാണിച്ചു തന്ന പേൾസില്ലേ, ആ പേൾസ് ഓരോന്നും എടുത്തിട്ട് ഇതിന് ചുറ്റും നമ്മളിതാ ഇതുപോലെ നമ്മൾ ഒട്ടിക്കും. അതിനുശേഷം ഇത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ എനിക്ക് ഇതിൽ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്ലൂ ഗണ്ണാണ്. പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യുമ്പം ഗ്ലൂ ഗൺ യൂസ് ചെയ്യരുത്. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം അലിഗേറ്റർ ക്ലിപ്സ് നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഹെയറിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിപ്പ് ചെയ്ത് വെക്കുക. സോ അങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ പേൾസൊക്കെ അതിൻ്റെ അകത്തുനിന്ന് വിട്ട് വരുന്നുണ്ടായിരുന്നു. അതായത് അത് ഒട്ടിച്ചത് പറഞ്ഞു പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പിന്നെയും നല്ല സ്ട്രോങ് ആയിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷവും അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇങ്ങനെ പൊളിഞ്ഞു വരുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പം B7000 എന്ന് പറഞ്ഞിട്ടൊരു ഗ്ലൂ ഉണ്ട്. ഞാൻ അതിനെപ്പറ്റി നോക്കിയിരുന്നു. അപ്പോൾ B7000 എന്ന് പറഞ്ഞ ഗ്ലൂ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ നിങ്ങൾ ആ ഗ്ലൂ യൂസ് ചെയ്യുക, ഹോട്ട് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യേണ്ട. ഫോം പേപ്പറിലൊക്കെ ഹോട്ട് ഗ്ലൂ ഗൺ സൂപ്പറാണ്, നന്നായിട്ട് സ്റ്റിക്കാവും. പക്ഷേ ഇതിൽ ഞാൻ സജസ്റ്റ് ചെയ്യില്ല, ഫ്രം മൈ എക്സ്പീരിയൻസ്. ഓക്കെ, സോ ഇതാ നമ്മൾ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഓരോന്നും കട്ട് ചെയ്തെടുക്കുക. ഈ സെയിം ഷേപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ അത് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷമാണ് നമ്മളിത് നേരെ ഡയറക്റ്റായിട്ട് നമ്മൾ അലിഗേറ്റർ ക്ലിപ്സിലേക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ എൻ്റെ വോയിസ് ഓവറിൽ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്. നിങ്ങളതൊക്കെ എക്സ്ക്യൂസ് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അലിഗേറ്റർ ക്ലിപ്സിലേക്ക് ഇത് സ്റ്റിക്ക് ചെയ്യാണ്. അതിനുശേഷം അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, ആ ബ്ലാക്ക് കളർ കാണുന്ന പോർഷനിൽ നമ്മൾ കുറച്ച് വലിയ ബീഡ്സ്, ഞാൻ നേരത്തെ ഇതിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള കുഞ്ഞി ബീഡ്സ് ആണ്, അതിൻ്റെ കുറച്ച് വലിയ സൈസ് ഹാഫ് സർക്കിൾ പോലെ തന്നെയുള്ള ബീഡ്സ് ആണ്. അത് നമ്മൾ ഈസി ആയിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ ആദ്യത്തെ ക്ലിപ്പ്. സൂപ്പറായിട്ടില്ലേ? അതിനുശേഷം സെയിം തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ ക്ലിപ്പിലും ചെയ്യുന്നത്. ചെറിയൊരു ഡിഫറൻസ് മാത്രമേ നമ്മൾ രണ്ടാമത്തെ ക്ലിപ്പിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ, നിങ്ങൾക്ക് കാണാതെ. ഈ ഒരു സാധനം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇത് നമുക്ക് കട്ട് ചെയ്ത് വാങ്ങിക്കാൻ കിട്ടും. ഈ ഐറ്റംസ് ഒക്കെ ഞാൻ SM സ്ട്രീറ്റിൽ ബ്രദേഴ്സ് നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ഒരു സംഭവം 1 മീറ്റർ ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. 1 മീറ്റർ 50 റുപ്പീസ് ആയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. സോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഈ ഒരു പീസ് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റിക്ക് ചെയ്യും. അതിനുശേഷം ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടില്ല. ഇതൊരു സൈസ് മെഷർ ചെയ്തിട്ട്, അതായത് ബാക്കിയുള്ള ബ്ലാക്ക് പോർഷൻ്റെ സൈസ് ഞാൻ മെഷർ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതാണ് കത്രിക വെച്ചിട്ട്. അത് ഇതിലേക്ക് എന്ത് ചെയ്ത് കൊടുക്കും, സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. കണ്ടില്ലേ, നിങ്ങൾക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബ്ലാക്ക് കളർ കാണുന്ന കണ്ടില്ലേ? അതായത് നമ്മളിപ്പോൾ സ്റ്റിക്ക് ചെയ്തതിൻ്റെ സൈഡിൽ കൂടിയും നമ്മൾ അലിഗേറ്ററിൻ്റെ ബ്ലാക്ക് കളർ കാണുന്നുണ്ട്. അങ്ങനെ കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ നമ്മളെടുത്ത വൈറ്റ് പേപ്പർ ഉണ്ടല്ലോ, ആ വൈറ്റ് പേപ്പറിൽ ഇതിൻ്റെ സൈസ് മെഷർ ചെയ്തിട്ട് ഒട്ടിക്കുക. അതിനുശേഷം അത് കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ഇതിലേക്ക് എന്ത് ചെയ്ത് കൊടുക്കുക, സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ ഹെയർ ക്ലിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ചിലവിലാണ് നമ്മൾ ഈ ഹെയർ ക്ലിപ്സ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. റേറ്റൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത്, ഓരോ സാധനത്തിൻ്റെയും റേറ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇത് വെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇനി കാശ് കൊടുത്ത ക്ലിപ്സ് വാങ്ങിക്കേണ്ട കേട്ടോ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.